ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. സഭാ നേതൃത്വമാകട്ടെ പരസ്യമായ പ്രതിഷേധ പരിപാടികൾക്ക് ആസൂത്രണം നടത്തുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഷഫീദ് റൌത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വിഷയം പാർലമെന്റിൽ എങ്ങനെയാണ് ഉന്നയിക്കപ്പെട്ടത്, എങ്ങനെയാണ് ദേശീയ തലത്തിൽ ഈ വിഷയം ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്, പ്രധാനമന്ത്രി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ബൽറാം നെടുങ്ങാടി അതിന്റെ വിശദാംശങ്ങളുമായിട്ട്. ഷഫീദ്, ഇത് സഭാ നേതൃത്വത്തിന്റെ പ്രതികരണം അത്ര പോരായിരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ നിന്നുണ്ടായി. BJPയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രതികരണത്തിലേക്ക് സഭ കടക്കുന്നില്ല എന്ന വിമർശനങ്ങളും ചില കോണുകളിൽ നിന്നുണ്ടായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി വേണമല്ലോ സഭ പ്രത്യക്ഷമായ പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കുന്നു എന്ന ഒരു വിവരത്തെ നമ്മൾ മനസ്സിലാക്കാൻ. ഏത് സ്വഭാവത്തിലുള്ള പ്രതിഷേധമാണ് സഭ ആലോചിക്കുന്നത്, എങ്ങനെയാണ് അത് തുടങ്ങാൻ പോകുന്നത്, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഈ സഭയിലെ ചില പ്രമുഖർക്ക് കേന്ദ്ര സർക്കാരിനോട് മൃദു സമീപനം എന്നുള്ള ആക്ഷേപം അത് സഭയ്ക്കുള്ളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലടക്കം സഭ സ്വീകരിച്ച നിലപാടുകളടക്കം സഭയ്ക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം ആ സഭയ്ക്കുള്ളിലെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള സമരത്തിലേക്ക് സഭ കടക്കുന്നത്. അത് നാളെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് വൈകിട്ട് 4 മണിക്ക് അത് ആരംഭിക്കും. രാജ്ഭവനിലേക്കായിരിക്കും ആ പ്രതിഷേധ മാർച്ച് പോലെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത് ഏതെങ്കിലും തരത്തിൽ കത്തോലിക്ക സഭ മാത്രമായിരിക്കില്ല, മറ്റു സഭകളിലെ ആളുകളെ കൂടി പങ്കെടുപ്പിക്കും. കൂടാതെ മറ്റു സമുദായ നേതാക്കളെ കൂടി, പ്രത്യേകിച്ച് കേരളത്തിൽ സ്വീകാര്യത നേടിയിട്ടുള്ള മറ്റ് സമുദായ നേതാക്കളെ കൂടി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച് ആ രീതിയിൽ അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സഭ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല വരും ദിവസങ്ങളിൽ സഭാ നേതൃത്വത്തിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം അത് BJPക്കെതിരെ ഉണ്ടാകും. അതുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും സഭ എടുക്കുന്ന നിലപാടുകളെ സഭയ്ക്കുള്ളിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ പരസ്യമായിട്ടുള്ള പ്രതികരണം, പരസ്യമായിട്ടുള്ള പ്രതിഷേധം അതിലേക്ക് കടക്കുന്നത്. നാളെ തിരുവനന്തപുരത്തെ പ്രതിഷേധം വൈകിട്ട് 4 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച രാജ്ഭവനിലേക്കായിരിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശരി, ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകി.